ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോ തന്ന ഈ പ്രഭാതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ കരുതലും സ്നേഹവുമാണ് വിശുദ്ധ വചനങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുക. വളരെ പ്രത്യേകമായിട്ട് നമ്മൾക്കിന്ന് കർത്താവ് തന്ന വചനം വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വചനമാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തെങ്കിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുന്നതിനോട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളൂ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ പരമേൽപ്പിക്കുന്നതിനോട് നിങ്ങളുടെ ശ്രദ്ധാലുവാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എളിമപ്പെടേണ്ട സാഹചര്യങ്ങൾ താഴ്ത്തപ്പെടുമ്പോൾ, അപ്രതീക്ഷിതമായ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങൾ വേവലാതിപ്പെടുകയാണ്. വയ്യെന്നോ എന്തുകൊണ്ടെന്നോ വാട്ടെന്നോ ഒക്കെ ചോദിക്കാൻ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് ഇന്ന് നമ്മളോട് പറയുകയാണ്, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ, എല്ലാം ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. നിന്നെ അവിടുന്ന് സമയത്ത് ഉയർത്തിക്കൊള്ളും. അതേ പ്രിയപ്പെട്ടവരെ, ഒന്ന് കാത്തിരിക്കാൻ, എളിമപ്പെടാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ പരമേൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ രാജ്യ ശ്രദ്ധാലുവാണെന്ന് വീണ്ടും ദൈവം പറയുന്നു. നമുക്ക് എത്രയോ ഉത്കണ്ഠകളാണ് ഇന്ന്. ആരോട് ചോദിച്ചാലും ടെൻഷനും സ്ട്രെസ്സും എല്ലാവരും പറഞ്ഞു വെക്കുമ്പോൾ ഈശോ നമ്മോട് പറയുകയാണ്, ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. നിൻ്റെ ഉത്കണ്ഠകളെ ഞാൻ കാണുന്നു. ശേഷിയാരോട് പറയുന്നത് പോലെ നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തമായ ആ വലിയ ശ്രദ്ധയും കരുണയും കരുതലും അനുഭവിച്ചുകൊണ്ട് ദൈവം നമ്മളെ ഉയർത്തുന്ന സമയം